കേദർകാന്ത ട്രക്കിങ്ങിന്റെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ എണീക്കുമ്പോൾ ആ ഫ്രോസൺ ലേക്ക് കാണാം. ഇതാണ് നമ്മുടെ ടെന്റ്. ഇവിടെ രാവിലെ പല്ലേച്ച് ചായ കുടിച്ച് മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കുളിക്കാൻ പറ്റൂല. പല്ലേക്കുമ്പോൾ തന്നെ തണുത്ത് വിറച്ചാ മതി. അതേ കണ്ട ഫിലിപ്പ് തന്നെ ഉണ്ടല്ലേ. എന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പൊഹയും കേസരിയും പിന്നെ ഒരു ചായ ആയിരുന്നു. എന്നിട്ട് നേരെ ചൂടുവെള്ളം കളക്ട് ചെയ്യണം. ഈ ചൂടുവെള്ളത്തിനൊക്കെ നല്ല വില ഉണ്ട്. ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ രാത്രി വരെ വെയിറ്റ് ചെയ്യണം ചൂടുവെള്ളം കിട്ടാൻ. എന്നിട്ട് നേരെ ട്രക്കിങ് തുടങ്ങി. ട്രക്കിങ് ഇന്ന് ഇത്തിരി അത്യാവശ്യം കുത്തനുള്ള കയറ്റമായിരുന്നു. നടന്ന് ഇങ്ങനെ മേളിലേക്ക് എത്തുമ്പോൾ വ്യൂ ഇങ്ങനെ കൂടി വരും കേട്ടോ. ഇന്നൊരു 3-4 കിലോമീറ്റർ നടന്നാൽ മതി. പക്ഷെ ആ 3-4 കിലോമീറ്റർ കുത്തനുള്ള കയറ്റമാണ്. അതുകൊണ്ട് ഇത്തിരി തളരും. പക്ഷെ 53 വയസ്സുള്ള ഈ അപ്പച്ച സിമ്പിൾ ആയിട്ടാണ് കയറി വന്ന. കഴിഞ്ഞ 32 കൊല്ലമായിട്ട് ട്രക്കിംഗ് ചെയ്യണ പുള്ളിയാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഏകദേശം 3-4 മണിക്കൂർ നടന്നപ്പോൾ ഞങ്ങൾ ഒരു ബേസ് ക്യാമ്പ് എത്തി. ഈ ബേസ് ക്യാമ്പിലല്ല ഞങ്ങൾ സ്റ്റേ ചെയ്യണ. ഞങ്ങളുടെ ടെന്റ് ഒക്കെ അപ്പുറത്താണ്. ഒരു 500 മീറ്റർ നടന്നപ്പോൾ ഞങ്ങളുടെ ബേസ് ക്യാമ്പ് എത്തിയിട്ടാ. നല്ല വ്യൂ ആണ് ഞങ്ങളുടെ ബേസ് ക്യാമ്പിന്. പക്ഷെ എന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് നേരെ പോയി ചോറ് വെച്ച്. രാജ്മാ ചാവലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നാളത്തേക്ക് ആവശ്യമായ ഗിയറൊക്കെ ഗൈഡ് തന്നിട്ടാ. പിന്നെ ഒരു ചെറിയ ഗ്ലാസ് കൊടുത്തു നാളെ എങ്ങനെ പോകണ്ടേന്ന്. പിന്നെ നല്ല മാഗിയും ചൂട് ചായയും കുടിച്ച്. ഈ തണുപ്പത്ത് ചായ കുടിക്കണം. എന്റെ പൊന്നോ വേറെ വൈബാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ സൺസെറ്റ് കാണാൻ പോയി. എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും അടിപ്പൺ സൺസെറ്റ് ഇതായിരിക്കും കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്ന മലയിലേക്ക് ആ സൺസെറ്റ് ഇങ്ങനെ വരുമ്പില്ലേ വേറെ വൈബ് തന്നെ. സണ്ണ് മൊത്തത്തിൽ സെറ്റ് ആവണുമ്പോ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ടാ. എന്ന് വെച്ചാൽ രാവിലെ 3 മണിക്ക് എണീച്ച് സമ്മിറ്റിന് പോകാനുള്ള. രാത്രി ഒരു 7 മണിയായപ്പോ തന്നെ നല്ല തണുപ്പായി. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ -डिग्री എത്ര ആയിന്ന് പോലും അറിയാൻ പറ്റില്ല നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നല്ല തണുപ്പാണ്ടാ. സ്ലീപ്പിംഗ് ബാഗ് കിട്ടി കിടന്നുറങ്ങാൻ നേരത്തെ പുറത്ത് പുള്ളി സ്റ്റാറിന്റെ ഫോട്ടോ എടുക്കാൻ നിൽക്കണം.